നമസ്കാരം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന പ്രവൃത്തി പരിചയ മേളയുടെ ഭാഗമായിട്ടുള്ള ഓൺ ദ സ്പോട്ട് മത്സരങ്ങളിൽ ഉൾപ്പെടുന്ന ഫൈബർ ഫാബ്രിക്കേഷൻ എന്ന ഇനമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് പരിചയപ്പെടാം. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മെഷറിംഗ് ടേപ്പ്, 3 മീറ്റർ മെഷറിംഗ് ടേപ്പാണ് എടുത്തിരിക്കുന്നത്. മറ്റൊന്ന് ട്രൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ 90 ഡിഗ്രി ചെക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഒരു വശത്ത് 90 ഡിഗ്രി ആയിട്ട് ലൈൻസ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. 90 ഡിഗ്രി പുറമെ മറ്റേതെങ്കിലും ആംഗിൾ മാർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന ടൂളാണിത്, ബിവൽ സ്ക്വയർ. അതുപോലെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന പെൻസിലാണ്. മറ്റേതെങ്കിലും മാർക്കിംഗ് ടൂൾസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെയുള്ളത് കട്ടിംഗ് ടൂൾസ്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഹാക്സോ ആണ്. പിന്നെ ഫ്ലാറ്റ് ഫയൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പേപ്പർ കട്ടിംഗ് നൈഫ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസിൽ സ്ക്രൂ ഡ്രൈവർ, ഹാമർ, പ്ലെയർ, പിന്നെ ഉപയോഗിക്കുന്നത് പോക്കർ എന്ന ഉപകരണമാണ്. നമ്മൾ ചെറിയ ഹോൾസ് ഇടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് പോക്കർ. ഫൈബർ ഫാബ്രിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് PVC മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ഡോറാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഇതാണ് ഔട്ടർ ഫ്രെയിം. ഔട്ടർ ഫ്രെയിമിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കി വയ്ക്കുക. ഇതാണ് ചുവരിനോട് ചേർന്ന് വരുന്ന ഭാഗം. ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് വശം. ഡോർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ മുൻവശമായിട്ട് വരുന്നത്, ഇത് പുറകുവശമായിട്ട് വരുന്നത്. അടുത്തതായിട്ട് ഇതാണ് നമ്മുടെ ഇന്നർ ഫ്രെയിം. ഇന്നർ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ മനസ്സിലാക്കിയിരിക്കുക. ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ എയുമായിട്ട് സാമ്യമുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഇന്നർ ഫ്രെയിം. ഇതാണ് ഡോറിൻ്റെ പാനൽ. ഓക്കെ, നമുക്ക് ഇടയ്ക്കുള്ള ഭാഗം കവർ ചെയ്യുന്നത് ഉപയോഗിക്കുന്നതാണ് ഡോറിൻ്റെ പാനൽ. നമ്മൾ 80 സെൻറ്റിമീറ്റർ ഉയരവും 60 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചെറിയ ഡോറാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. ഈ ഡോർ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാത്റൂം ഡോറുകൾ നിർമ്മിക്കാം. അതുപോലെ തന്നെ ക്യാബിൻ, ചെറിയ ക്യാബിനറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഇത് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിനായി നമുക്ക് നമ്മുടെ മേളയ്ക്ക് വരുമ്പോൾ കുട്ടികൾക്ക് 80 സെൻറ്റി നമ്മൾ ആവശ്യമുള്ള സൈസിന് അല്പം കൂടെ കൂടുതൽ നീളമിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ ക്രോസായിട്ട് കട്ട് ചെയ്ത് മേളയ്ക്ക് കൊണ്ടുവരാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വലിയ പീസും 2 ചെറിയ പീസും ഇട്ടിട്ടുണ്ട്. ഇത് 80 സെൻറ്റിമീറ്ററിന് യോജിക്കുന്നത്, ഇത് 60 സെൻറ്റിമീറ്ററിന് യോജിക്കുന്നതുമാണ്. ഇതെങ്ങനെ മാർക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു എൻഡ് ആദ്യം കറക്റ്റ് ചെയ്യണം. ഒരു എൻഡ് കറക്റ്റ് ചെയ്യാനായിട്ട് ഈ ഡോറിൻ്റെ പുറകുവശം ഈ ഭാഗത്താണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യാം. ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ വര കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇപ്പുറത്ത് നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ പുറകുവശത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ബിവൽ സ്ക്വയർ ഉപയോഗിച്ചിട്ട് 45 ഡിഗ്രി ബിവൽ സ്ക്വയർ സെറ്റ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 45 ഡിഗ്രി ലൈൻ ഇവിടുത്തെ ഈ പോയിന്റ് കറക്റ്റായിട്ട് ചേർന്ന് വരണം. അതുപോലെ ഇവിടെയും അതുപോലെ നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ബിവൽ സ്ക്വയർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മളൊരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ 45 ഡിഗ്രി ആംഗിൾ, 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് 45 ഡിഗ്രി ആംഗിൾ നമ്മളത് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ഒരു വശത്ത് ഞാനിവിടെ 45 ഡിഗ്രി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് 80 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെയും ഇതുപോലെ തന്നെ ആദ്യം ട്രൈ സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഈ 2 പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം 45 ഡിഗ്രി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 4 പീസും ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ 45 ഡിഗ്രി ചരിച്ച് കട്ട് ചെയ്ത വശങ്ങൾ ഏതെങ്കിലും ഒരു വശം എടുക്കുക. അതിനുശേഷം ഇത് സ്ട്രോങ് ആയിട്ട് പിടിച്ചോണം, നല്ലോണം ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ നമ്മൾ സാധാരണ ഹാക്സിൽ കട്ട് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് വിരൽ ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യുക. കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഏകദേശം പകുതി ദൂരം വരെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വരയോട് ചേർന്ന് തന്നെ കട്ട് ചെയ്യണം.
അടുത്ത വശം കട്ട് ചെയ്യുമ്പോൾ തിരിച്ചു വെച്ചിട്ട് ഇതുപോലെ തന്നെ വര വെച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഹാക്സോയുടെ ബ്ലേഡ് നേരെ വെർട്ടിക്കലായിട്ട് നിൽക്കണം. കുത്തനെ നിന്നാൽ മാത്രം ചരിഞ്ഞു പോകാൻ പാടില്ല. കറക്റ്റായിട്ട് സാവധാനം കട്ട് ചെയ്യും. ഇനി നമുക്കിത് ഫയൽ ചെയ്യാനായിട്ട് ഫ്ലാറ്റ് ഫയൽ എടുത്തു. ഫയൽ ചെയ്തത് ഈ കട്ട് ചെയ്ത ഭാഗം നല്ല ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ വേണം ഫയൽ ചെയ്യാനായിട്ട്. അങ്ങനെ ഫയൽ ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ കട്ടിങ് ലൈനും കൂടി ഫയൽ ചെയ്ത് കറക്റ്റ് ചെയ്യണം. ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രൈ സ്ക്വയർ വെച്ചിട്ട് ട്രൈ സ്ക്വയർ ഡ്യുവൽ സ്ക്വയർ വെച്ച് ഈ ആംഗിൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ട്രൈ സ്ക്വയർ വെച്ചും അതുപോലെ ചെക്ക് ചെയ്യുക. ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പോഴും ഫയൽ ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഉൾവശം ഇങ്ങനെ പൊന്തി നിൽക്കാൻ പാടുള്ളതല്ല. പൊന്തി നിന്നാൽ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഈ ജോയിൻറ്റ് ഗ്യാപ്പ് വരുന്നതാണ്. അപ്പോൾ ഫയൽ ചെയ്യുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എഡ്ജിനേക്കാളും ഒരല്പം അകത്തോട്ട് ചരിഞ്ഞ് നിന്നാൽ, ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ ചരിച്ച് കട്ട് ചെയ്താൽ കുറേ കൂടി കാര്യങ്ങൾ എളുപ്പമാകും. ഇപ്പോൾ നമുക്ക് ഡോറിന് ആവശ്യമായിട്ടുള്ള ഔട്ടർ ഫ്രെയിം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇത് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കറുത്ത നിറത്തിലുള്ള സാധനത്തിൻ്റെ പേരാണ് കോർണർ. ഈ കോർണർ ഉപയോഗിച്ചാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, നീളം കൂടിയ പീസിൽ നമ്മൾ ഈ കോർണർ ഫിക്സ് ചെയ്തതിന് ശേഷം നീളം കുറഞ്ഞ പീസ് വെച്ച് നമ്മളതിനെ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ്. ഈ കോർണർ എങ്ങനെ വെക്കാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഇങ്ങനെ കയറ്റിയതിന് ശേഷം ഇതുപോലെ ഈ ഒരു ഗ്യാപ്പിൽ ഇത് ഫിക്സ് ചെയ്യണം. അപ്പോൾ അത് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഹോള് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഹോള് മാർക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മൾ കോപ്പർ ഉപയോഗിക്കുന്നു. ഏകദേശം ഇത്രയും നീളം വരെ നമുക്ക് കോർണർ ഉണ്ടാകും. അപ്പോൾ അത്രയും ദൂരത്തിനകത്തേക്ക് നമുക്കത് ഹോള് മാർക്ക് ചെയ്യും. ഏകദേശം ഇത്രയും കിട്ടും. അപ്പോൾ അതിനകത്ത് ഹോള് മാർക്ക് ചെയ്യും. ഹോള് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കാണുന്നത് പോലെ ഈ പൊന്തി നിൽക്കുന്ന ഭാഗം നമുക്കൊന്ന് ഫയൽ ചെയ്ത് റിമൂവ് ചെയ്യും. നമ്മൾ സ്ക്രൂ ഇവിടെ ഉപയോഗിക്കുന്നത് ഡ്രൈവാൾ സ്ക്രൂ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഈ ഡ്രൈവാൾ സ്ക്രൂ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസ് 19x6 ആണ്. 19 മില്ലിമീറ്റർ ലെങ്തും 6 മില്ലിമീറ്റർ സൈസുമായിട്ടുള്ള സ്ക്രൂ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മളിതിങ്ങനെ പഴയതുപോലെ കയറ്റി കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം ഇത് നമ്മൾ സ്ക്രൂ ചെയ്യുന്നു. ഈ ഡ്രൈവാൾ സ്ക്രൂവിൻ്റെ പ്രത്യേകത, നമ്മളിതിൽ സ്ക്രൂ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോള് ഇതിന് അടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഫോഴ്സ് കൊടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ അത് കയറി പോകുന്നതാണ്. ഒരു സ്ക്രൂ ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുക, പരിശോധിക്കുക നമ്മുടെ പൊസിഷൻ കറക്റ്റാണോ നോക്കുക. പൊസിഷൻ കറക്റ്റ് ആണെങ്കിൽ അത് രണ്ടാമത്തെ സ്ക്രൂ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോർണർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ രണ്ട് വലിയ ഫ്രെയിമിൽ ഇതുപോലെ കോർണർ ഫിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയ ഫ്രെയിമിൽ നമ്മളിതുപോലെ ഫ്രീ ഹോളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. സെറ്റ് ചെയ്യാനായിട്ട് ഇതിങ്ങനെ എടുക്കുക. ഇതിങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ഇവിടെ നമുക്ക് 2 സ്ക്രൂ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ
ഈ കാണുന്ന പോലെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം 4 ജോയിൻറ്റും ഇതുപോലെ തന്നെ നമുക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. അപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ ഈ ഔട്ടർ ഫ്രെയിം 4 സൈഡും കോർണർ വെച്ച് ഫിക്സ് ചെയ്ത് കഴിയും. വേണമെങ്കിൽ നമുക്ക് ഈ ജോയിൻ്റൊക്കെ നമുക്ക് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചാൽ കുറേ കൂടി സ്ട്രെങ്ത് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തുള്ള ഡോർ ഫ്രെയിമിൻ്റെ അളവ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അതിനായി നമ്മൾ ടേപ്പ് എടുത്തിട്ട് ഇവിടെ ഒരു ലിപ്പുണ്ട്, ആ ലിപ്പിൽ മുട്ടിച്ച് വയ്ക്കണം. അകത്തേക്ക് കയറ്റി വയ്ക്കും, ഇങ്ങനെ കയറ്റി വെക്കാതെ ഇങ്ങനെ മുട്ടിച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ അളവെടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് 54 സെൻറ്റിമീറ്റർ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ നിന്നൊരു 6 മില്ലിമീറ്റർ, അതായത് 53.4 നമുക്ക് അളവായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഡോറിൻ്റെ വിട്ടിലുള്ള ക്ലിയറൻസ് 6 മില്ലിമീറ്ററാണ് നമ്മൾ എടുക്കേണ്ടത്. ആ 6 മില്ലിമീറ്റർ 54 സെൻറ്റിമീറ്ററുണ്ട്. അതിൽ നിന്ന് 6 മില്ലിമീറ്റർ കുറച്ചാൽ 53.4 മില്ലിമീറ്ററാണ് നമ്മുടെ അളവായിട്ട് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നീളവും അതുപോലെ തന്നെ അളവെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഈ ഇന്നർ ഫ്രെയിം ഔട്ടർ എ സെക്ഷൻ എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ എൻഡ് നമ്മൾ ഇങ്ങനെ ഒന്ന് ട്രൈ സ്ക്രൂ വെച്ച് മാർക്ക് ചെയ്യുക. അതായത് ഈ എ സെക്ഷൻ്റെ പുറകുവശം മാർക്ക് ചെയ്തിട്ട് നമ്മുടെ റിവർ സ്ക്വയർ വെച്ചിട്ട് നമ്മൾ ഈ ഔട്ടർ ഫ്രെയിം മാർക്ക് ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ വരയ്ക്കുക. വരച്ച് കറക്റ്റ് ആണെങ്കിൽ അടുത്ത വശം വരച്ച് വരച്ചതിന് ശേഷം നമ്മൾ ഔട്ടർ ഫ്രെയിം കട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു, ആക്സിൽ കട്ട് ചെയ്യുന്നു, ഇവിടുന്ന് കട്ട് ചെയ്ത് പകുതിയാക്കുന്നു, ഇവിടുന്ന് കട്ട് ചെയ്ത് പകുതിയാക്കുന്നു, ഫൈൽ ചെയ്ത് കറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഫൈൽ ചെയ്ത് കറക്റ്റ് ചെയ്ത അറ്റമാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഇന്നർ അളവെടുത്ത് ഹൈറ്റ് ആണെങ്കിൽ നമ്മൾ 6 മുതൽ 12 മില്ലിമീറ്റർ വരെ ക്ലിയറൻസ് ഇടാം ഹൈറ്റിന്. അതായത് നമ്മൾക്ക് സാധാരണ 6 മില്ലിമീറ്റർ ക്ലിയറൻസ് മതിയാവും. ആ 6 മില്ലിമീറ്റർ ക്ലിയറൻസ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അതുപോലെ തന്നെ ചരിച്ച് വരച്ച് ആംഗിൾ കട്ട് ചെയ്ത് ഫൈൽ ചെയ്ത് എടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ അളവെടുത്തത് പ്രകാരം ഇന്നർ ഫ്രെയിം, അതായത് എ സെക്ഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുപോലെ ഫ്രീ ഹോൾ ഉണ്ടാക്കുക. ഫ്രീ ഹോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ പുറമേ കാണുന്ന ഭാഗമായതുകൊണ്ട് ചെറുതായിരുന്നു കൗണ്ടർ ചെയ്യണം. അതായത് ചെറിയ ഇതുപോലത്തെ വലിപ്പം കൂടി ഇട്ടൊരു ബിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൗണ്ടർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ 2 സെക്ഷനിലാണ് നമ്മൾ കോർണർ ഉപയോഗിക്കുന്നത്. നേരത്തെ ഉപയോഗിച്ച അതേ കോർണർ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോർണർ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ നമ്മൾ വിജാഗരി കൂടി പിടിപ്പിക്കും. അപ്പോൾ വിജാഗരി കൂടി പിടിപ്പിക്കുമ്പോൾ ഏകദേശം ഇത്രയും ദൂരം വരെ കോർണർ നമുക്ക് അവൈലബിൾ ആണ്. കിട്ടുന്ന രീതിയിൽ വേണം. അതായത് കോർണർ നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്യുന്നു. വിജാഗരി ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി സ്ട്രെങ്ത് ആവശ്യമുള്ളത് കൊണ്ട് ഈ കോർണറിന് വരുന്ന ഭാഗത്ത് മാത്രമേ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങോട്ട് ഇറക്കി ഫിറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ നീളം കൂടിയ ഫ്രെയിം ആണെങ്കിൽ നമുക്ക് മധ്യഭാഗത്ത് ഇതുപോലെ വിജാഗരി പിടിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പം അത്തരം സന്ദർഭങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ഏതാണ്ട് മധ്യഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. മധ്യഭാഗം മാർക്ക് ചെയ്ത് എന്നിട്ട് ഒരു കോർണർ എടുത്തിട്ട് അതിൻ്റെ ചെറിയ പീസ് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ മധ്യഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗവും ഇവിടെ ചേർത്ത് വെച്ചതിന് ശേഷം 2 എൻഡും ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുവഴി കടത്തി വിട്ടിട്ട് ഈ അറ്റം വരെയുള്ള അകലം ടേപ്പിൽ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം അത്രയും ദൂരം ഈ ടേപ്പ് ഉപയോഗിച്ച് തള്ളി വയ്ക്കുക. എന്നിട്ട് ഇനി നമ്മൾ ഇവിടെ വെച്ച് ഇങ്ങനെ സ്ക്രൂ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആ പീസിൽ തന്നെ സ്ക്രൂ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നീളം കൂടിയ ഫ്രെയിം ഉറപ്പിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. ഒരു കോർണർ നമ്മളിവിടെ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏകദേശം ഈ ഒരു അകലത്തിൽ ഇവിടെ ഈ എഡ്ജിൽ നിന്ന് ഒരല്പം അകത്തോട്ട് കിട്ടും. 2 മില്ലിമീറ്റർ അകത്തോട്ട് കയറി നിൽക്കുന്ന രീതിയിലാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഡ്രൈവാൾ സ്ക്രൂ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അഡീഷണൽ ഹോൾ ഇല്ലാതെ തന്നെ
നമുക്ക് സ്ക്രൂ തള്ളി തിരികെ കയറ്റാൻ പറ്റുന്നതാണ്. ഇനി വിജാഗിരി ഇവിടെ പിടിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്ക്രൂ വിജാഗിരി വെച്ചിട്ട് പിടിപ്പിച്ചാൽ മതിയാവും. വിജാഗിരി പിടിപ്പിക്കുമ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു 5 സെൻറ്റിമീറ്റർ അകലത്തിൽ, ഈ അകലം 5 സെൻറ്റിമീറ്റർ വരത്തൊക്കെ വേണം പിടിപ്പിക്കണം. അപ്പോൾ വിജാഗിരി വരുന്ന പോർഷനാണെങ്കിൽ, അപ്പോൾ ഒരെണ്ണത്തിൽ മാത്രം വിജാഗിരി പിടിപ്പിച്ചാൽ മറ്റേതിൽ വിജാഗിരി പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വിജാഗിരി ഇങ്ങനെ മടക്കിയെടുത്തിട്ട് ഈ എഡ്ജിനോട് ചേർത്ത് വെച്ച് ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 സെൻറ്റിമീറ്ററെങ്കിലും ഗ്യാപ്പിൽ വെച്ചതിന് ശേഷം വിജാഗിരി പിടിപ്പിക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ സൈഡാണ് വിജാഗിരിക്കുന്നത്, അതേ സൈഡിൽ തന്നെ ഈ ഇങ്ങേയറ്റത്തും വിജാഗിരി പിടിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഈ രീതിയിൽ കോർണർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിഞ്ചസ്, ഒരു സെക്ഷനിൽ ഹിഞ്ചസ് നമ്മൾ നീളം കൂടി ആണെന്ന് നേരത്തെ പറഞ്ഞു. അതുപോലെ ഇതിൽ 2 കോർണർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ജോയിൻറ്റ് ചെയ്യേണ്ടത്. ജോയിൻറ്റ് ചെയ്തതിന് മുന്നേ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യേണ്ട പാനൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുമ്പോൾ അളവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ ഇടുക, ഇവിടം വരെയുള്ള അളവെടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ കുറയ്ക്കുക. അതാണ് നമുക്ക് പാനൽ കട്ട് ചെയ്യേണ്ടതിൻ്റെ അളവ്. അത് പൊക്കമായാലും വീതിയായാലും ഇതേ രീതി തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ അളവ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ലൈൻ ഈ പറഞ്ഞ അളവ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഇവിടെയും. ഓക്കെ, അപ്പോൾ ഇത് കുത്തനെയുള്ള ഭാഗം എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. ഇതൊക്കെ ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് ഈ വരയിൽ കൂടെ കൃത്യമായിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നീളം മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നൈഫ് വെച്ച് കട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ബ്ലേഡ് തന്നെ എടുത്തിട്ട് ബ്ലേഡ് മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പാനിൽ നമ്മുടെ ആവശ്യമായിട്ടുള്ള അളവിൽ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സൈഡ് നമ്മൾ കട്ട് ചെയ്ത എഡ്ജിലാണ് ആദ്യം നമ്മൾ ഈ ഇന്നർ സെക്ഷൻ, അതായത് എ സെക്ഷൻ എന്ന് പറയുന്നത് കയറ്റേണ്ടത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ചരിച്ച് പിടിച്ച് കയറ്റിയതിന് ശേഷം എന്നിട്ട് തിരിച്ച് വെച്ച് കറക്റ്റ് ഇങ്ങനെ വച്ചതിന് ശേഷം നമുക്ക് ഇവിടെ സ്ക്രൂ ചെയ്യും. ഇവിടെ സ്ക്രൂ ചെയ്യും. ജോയിന്റ് കറക്റ്റായി ഈ ജോയിന്റ് ശരിയാകും. ഇങ്ങനെ വെച്ചതിന് ശേഷം സ്ക്രൂ ചെയ്താൽ മതിയാകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹിഞ്ചസ് വെച്ചത് പാനിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇതിനകത്ത് ഈ പൊസിഷനിൽ വെച്ചതിന് ശേഷം ഈ ഹിഞ്ചസ് ഇവിടുത്തെ ഈ ഗ്രൂവിൽ തട്ടി നിൽക്കുന്ന പൊസിഷനിൽ രീതിക്ക് ഇങ്ങോട്ട് ചേർത്ത് വെക്കണം. ഓക്കെ, അതുപോലെ ഇവിടെയും നമുക്ക് ഇങ്ങോട്ട് ചേർത്ത് വെക്കണം. ഇതാണ് അതിൻ്റെ പൊസിഷൻ. അതുപോലെ നമ്മൾ ഈ 2 എൻഡിലെയും ഗ്യാപ്പ് ഒരുപോലെ വരത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. സ്ക്രൂ ടൈറ്റ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ വിജാഗിരി സ്ക്രൂ എല്ലാം വെച്ച് കഴിഞ്ഞു. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ടവർ ബോൾട്ട് ഹാൻഡിൽ എങ്ങനെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോറിൻ്റെ മുകൾ വശമെങ്കിൽ നമ്മൾ ഹാൻഡിൽ മുകളിൽ ടവർ ബോൾട്ട് താഴെയുമാണ് വെക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കറിയാവുന്ന പോലെ ഡോറിൻ്റെ ഉൾവശമാണ്. ഈ ഉൾവശം 2 തരത്തിലുള്ള ടവർ ബോൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് ഒരല്പം പൊക്കം കൂടുതലാണ്. പൊക്കം കൂടുതലുള്ളത് മുൻവശത്താണ് വയ്ക്കേണ്ടത്. ഇത് പുറകുവശമാകുമ്പോൾ ഈ ഒരു പൊസിഷനിൽ സ്ക്രൂ വെച്ചാൽ മതിയാവും. അതുപോലെ അതിനനുസരിച്ച് ഇതിൻ്റെ ടവർ ബോൾട്ടിൻ്റെ കുറ്റി ഇങ്ങോട്ട് വെക്കുക. ഇത് വെച്ചതിന് ശേഷം ഈ ഒരു പൊസിഷനിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട്
ഇവിടുത്തെ സ്ക്രൂ വെച്ചാൽ അത് കറക്റ്റായി. അപ്പോൾ പൊക്കം കൂടിയ ടവർ ബോൾട്ട് അത് ഇതാണ്, അത് ഇപ്പുറത്താണ് വെക്കേണ്ടത്. അത് ഈ പൊക്കം കൂടിയ ടവർ ബോൾട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ ഒരു പൊക്കം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടവർ ബോൾട്ട് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെയാണ്. ടവർ ബോൾട്ട് ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ടവർ ബോൾട്ട് ഇഞ്ചസ് വെക്കേണ്ടത്. ഇതാണ് ടവറിൻ്റെ മുൻവശം. മുൻവശത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പൊക്കം കൂടിയ ടവർ ബോൾട്ട് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ പൊക്കം കൂടിയ ടവർ ബോൾട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ബ്ലാക്ക് സ്ക്രൂവിന് പകരം 1 ഇഞ്ച് നീളമുള്ള സ്ക്രൂ ആണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡോർ നിൽക്കുന്നത്. ഈ ഡോറിൻ്റെ മുകൾ വശം, താഴത്തെ വശം. സാധാരണ രീതിയിൽ നമ്മൾ ബാത്റൂം ഡോർ ചെയ്യുന്ന സമയത്ത് അടിയിലുള്ള ഈ ഒരു ഫ്രെയിം ഉണ്ടാകില്ല. അപ്പോൾ നമുക്ക് ഈ 45 ഡിഗ്രിയിലുള്ള ആംഗിൾ അവിടെ കട്ട് ചെയ്യേണ്ടി വരത്തില്ല. ഏറ്റവും അടിയിലത്തെ ഭാഗം തറയിൽ തന്നെ. തറയിലുള്ള ഫ്ലക്ച്വേഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഡോറിൻ്റെ കുത്തനെയുള്ള ഹൈറ്റ് എടുക്കുന്ന സമയത്ത്, ഈ ഡോറിൻ്റെ ഇന്നർ സെക്ഷൻ എടുക്കുന്ന സമയത്ത്, കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്ലിയറൻസ് ഒരു 12 മില്ലിമീറ്ററോളം ക്ലിയറൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ഡോറിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് നമ്മൾ സ്ക്രൂ കൊണ്ട് മാത്രം തന്നെ ഒരു ബലം കിട്ടില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്, ഈ ഡോറിൻ്റെ ഇന്നർ ഫ്രെയിമും ഈ പാനലും തമ്മിൽ നമ്മൾ ഇതിങ്ങനെ ഒന്ന് സൂപ്പർ ഗ്ലൂ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ PVC പൈപ്പിൽ ഉപയോഗിച്ച് നമ്മൾ ഡോർ പണിയുന്നത്. സാധാരണ എല്ലാ ഫാബ്രിക്കേഷൻ ഷോപ്പുകളിലും അല്ലെങ്കിൽ ബാത്റൂം PVC ഡോർ ലഭ്യമാകുന്ന എല്ലാ ഷോപ്പുകളിലും ഇത് അവൈലബിൾ ആണ്. PVC മെറ്റീരിയൽ ഉപയോഗിച്ച് ഒരു ഡോർ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി.